കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് കൊടിയേറി. രക്ഷാധികാരി ഫാദർ ഗീവർഗീസ് പടിപ്പുരയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് കൊടിയേറി. രാവിലെ നടന്ന മൂന്നിന്മേൽ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ശേഷമായിരുന്നു കൊടിയേറ്റ്. രക്ഷാധികാരി ഫാദർ ഗീവർഗീസ് പടിപ്പുരയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൂടി ഉയർത്തപ്പെടുന്നു. ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, 8:30 മൂന്നിന്മേൽ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, സൂനോറോ വണങ്ങൽ, നേർച്ച സദ്യ എന്നിവ നടക്കും. തുടർന്ന് പ്രദക്ഷിണം, ഉൽപ്പന്ന ലേലം എന്നിവയ്ക്ക് ശേഷം കൊടിയിറക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഈ മാസം 10-ാം തീയതി മുതൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായ ഈ സുദിനത്തിൽ വിവിധങ്ങളായ ആത്മീയ ശുശ്രൂഷകളോടെ പെരുന്നാളിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ഇടവക ഒരുങ്ങുകയാണ്. 10-ാം തീയതി മുതൽ രാവിലെ വിശുദ്ധ കുർബാന, തുടർന്ന് ധ്യാനയോഗം, 11, 12, 13 തീയതികളായി ഇപ്രകാരം രാവിലെ കുർബാനയും തുടർന്ന് പകൽ ധ്യാനവുമായിട്ട് ക്രമീകരിക്കുന്നു. 14-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനാനന്തരം ഉച്ചകഴിഞ്ഞ് ഇടവകയുടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വിശ്വാസികളായ ദൈവജനം കാൽനട തീർത്ഥയാത്രയായി പരിശുദ്ധ ദേവാലയത്തിലേക്ക് വരികയും 6 മണിക്ക് പള്ളിയുടെ മുൻവശത്തുള്ള കൽക്കുരിശിൽ വെച്ച് വിവിധങ്ങളായ സോണിൽ നിന്ന് വരുന്ന കാൽനട തീർത്ഥയാത്രികരെ സ്വീകരിക്കുകയും പ്രത്യേകിച്ച് സാംസ്കാരിക മത മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, ജനപ്രതിനിധികൾ തുടങ്ങിയതായ ആളുകളുടെ സാന്നിധ്യത്തിൽ അവരെ സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരവും, തുടർന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ ഇടക്കെട്ട് സ്ഥാപിച്ചുള്ളതായ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആ ഇടക്കെട്ട് പുറത്തെടുക്കുകയും
വിശ്വാസികൾക്ക് വണങ്ങുവാനും പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനുള്ളതായ ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. പ്രധാന പെരുന്നാൾ ദിവസമായ 15-ാം തീയതി രാവിലെ 7:30 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാനയും തുടർന്ന് 10,000-ന് മേലെ വരുന്ന ദൈവജനത്തിന് നേർച്ച സദ്യ കൊടുക്കുകയും ചെയ്യുന്നു. ഏകദേശം ഉച്ചയോടുകൂടി നേർച്ച സദ്യ കൊടുത്തു കഴിയുമ്പോൾ ടൗൺ ചുറ്റി ഒരു പ്രദക്ഷിണം നടത്തുകയും തുടർന്ന് പള്ളിക്കകത്ത് പ്രവേശിച്ച് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് കുടിയിറക്കി പെരുന്നാൾ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. ഇടവകയിൽ ഉള്ളതായ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ഈ പെരുന്നാളിന്റെ നിലനിർത്തിപ്പിനായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പെരുന്നാളിൽ വഴിപാടായി ഓഹരികൾ എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. അപ്രകാരം വഴിപാട് ആയി ഓഹരികൾ എടുക്കുന്ന എല്ലാ ദൈവജനത്തിനും നേർച്ച ആയി നെയ്യപ്പം അത് പള്ളിയിൽ നിന്ന് ക്രമീകരിക്കുകയും അത് നൽകുകയും ചെയ്യുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നാളെയും നാളെ കഴിഞ്ഞും പിറ്റേ ദിവസവുമായി നെയ്യപ്പം നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന 31 കുടുംബയൂണിറ്റുകളുണ്ട്. ആ കുടുംബയൂണിറ്റുകളിലെ സജീവരായ പ്രവർത്തകരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് വന്നാണ് നെയ്യപ്പം ഇവിടെ ഉണ്ടാക്കുകയും നൽകുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് എല്ലാ പെരുന്നാളിന്റെ ശുശ്രൂഷകളിലും ഇടവകയിലെ വൈദികർ, ഇടവകയിൽ ശുശ്രൂഷിക്കുന്ന വന്യവൈദികർ, പള്ളിയുടെ എല്ലാ പ്രവർത്തകരും, അതുപോലെ തന്നെ പെരുന്നാളിന്റെ ജനപ്രതിനിധികളായി പ്രിയപ്പെട്ട പൗലോസ് കീരക്കുഴി ചേട്ടനും കൺവീനറായി എൽദോ മത്തായി അറയ്ക്കലും ചേർന്നതായ വിപുലമായ കമ്മിറ്റിയാണ് ഈ പെരുന്നാളിന്റെ നിലനിർത്തിപ്പിനായിട്ട് പ്രവർത്തിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന കൊടിയേറ്റ് കർമ്മത്തിൽ ഫാദർ ബാബു ജോൺ പാലക്കുന്നേൽ, ഫാദർ എൽദോ ജേക്കബ് തുരുത്തേൽ, ഫാദർ ബിൻസൺ ബാബു മന്നാലിക്കുടി, ഫാദർ ലിജോ വർഗീസ് കൊറ്റിക്കൽ, ഫാദർ ജെറിൻ യോയാക്കി പാറപ്പുറം, ജനറൽ കൺവീനർ പൗലോസ് കീരൻകുഴി, ട്രസ്റ്റ് കൺവീനർ എൽദോ മത്തായി അറയ്ക്കൽ, റോയ് ചെറിയാൻ കപ്പടയ്ക്കാമടത്തിൽ, ജോളി ജേക്കബ് പാലക്കാപ്പിള്ളിൽ, ബേസിൽ എൽദോസ് വടക്കൻ, ജോസഫ് കെ കീച്ചേരി ചാമക്കാട്ട്, വർഗീസ് CV ചീപ്പുങ്കൽ, പത്രോസ് തോമ്പ്ര, PM സാജു പുതുശ്ശേരിയിൽ, എൽദോ KV കൊതേച്ചിക്കുടി, പോൾ P കുര്യാക്കോസ് പടയാട്ടിൽ, മത്തായി മാത്യു തോക്കനാൽ, ബേസിൽ ബേബി പോൾ വടക്കേച്ചാലിൽ, ജോബി K ജോസഫ് കണ്ടത്തിൽ, സാബു AB അച്ചായത്ത്, എൽദോ KV കാരിക്കുടി, മറ്റ് ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കലാകാലങ്ങളിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായി ബന്ധത്തിലാണ് ഈ പരിശുദ്ധ ദേവാലയം നിലനിൽക്കുന്നത്. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട പൗരാണികവും പ്രശസ്തവുമായ അതിപരിശുദ്ധമായ ഒരു ദേവാലയമാണ് ഈ വിശുദ്ധ ദേവമാതാവിന്റെ കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം. ഈ ദേവാലയത്തിൽ കലാകാലങ്ങളിൽ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും എഴുന്നള്ളി വന്ന പരിശുദ്ധ പിതാക്കന്മാരായ പാത്രികന്മാർ ഈ പരിശുദ്ധ ദേവാലയത്തിൽ താമസിക്കുകയും ഇവിടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസികളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സിംഹാസന പ്രതിനിധികളായ അനേക പിതാക്കന്മാർ ദീർഘകാലം ഈ പരിശുദ്ധ ദേവാലയത്തിൽ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിമല കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്ന ഗ്യൂറീസ് തിരുമേനസ് കൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിൽ അനേകകാലം താമസിക്കുകയും ഈ പരിശുദ്ധ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പരിശുദ്ധ പിതാവ് ഇവിടെ താമസിച്ച കാലഘട്ടത്തിൽ പള്ളിയോട് ചേർന്ന് മലമുള്ളതായ ആ സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും തുടർന്ന് കാലക്രമേണ അതൊരു ദേവാലയമായി രൂപാന്തരപ്പെട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അതുപോലെ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു വരുന്നു. അവിടെ പ്രത്യേകമായ പരിശുദ്ധനായ കുര്യാക്കോസ് സഹോദരയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുകയും പരിശുദ്ധ പിതാവ് തന്നെയാണ് സ്ഥാപിച്ചത്. തുടർന്ന് പരിശുദ്ധ കുര്യാക്കോസ് സഹോദരയുടെ മധ്യസ്ഥതയിൽപ്പെട്ട് അവിടെ പെരുന്നാൾ നിർവഹിച്ചു വരുന്നു. പരിശുദ്ധിയായ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഈ പരിശുദ്ധ ദേവാലയം ഈ കാലങ്ങളൊക്കെയും ആഘോഷിക്കുമ്പോൾ അനേക ആയിരം ആളുകളാണ് പരിശുദ്ധ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.